വൈകുന്നേരം ഈ സ്ലറി ഒഴിച്ചു കൊടുക്കല് ചെടിക്ക്. അപ്പൊ സ്ലറി എടുക്കട്ടെ, ഞാനിത് മൂടി വെക്കണം. ഇങ്ങനെ ഇളക്കിയിട്ട് കണ്ടോ, ഇത് എത്ര ഇളക്കിയാലും പിന്നെ ഇത് ഉച്ച കൂടി. ഇതുണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തന്നെയല്ലോ. ഇതിന് ചീമക്കൊന്നിട്ടീന്, മുരിങ്ങയിലിട്ടീന്, പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ഇത് ഞാൻ ഒരു പാട്ടേ എടുക്കുന്നത്. ഒരു പാട്ട എടുക്കുന്നത്. അതിന് ഞാന് 10 പാട്ട വെള്ളം ഒഴിക്കും. ഞാൻ 10 പാട്ട വെള്ളം ഒഴിക്കുന്നത് കാണിച്ചു തരാം. 10 പാട്ട ഒഴിക്കുന്നുണ്ട്. 1 മേലാവില്ല, 2, 3, 4, 5, 6, 7, 8. അത് 2 പാട്ടുണ്ട്. ഇതിൻ്റെ അത്രക്കും നമ്മള് ഡൈലൂട്ട് ആവണം, എന്നാൽ അല്ലെങ്കിൽ ചെടി കരിഞ്ഞു പോകും. അത്രയും ഉണ്ടല്ലോ. ഞാൻ ഒഴിക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ ഇത് കണ്ടോ, ഇതിനൊക്കെ ചുറ്റും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. അത്രക്കും നേർപ്പിച്ചിട്ടേ പറ്റൂ. ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. രാവിലെ ഒഴിച്ചു കൊടുക്കും, വൈകുന്നേരം അത്. ഇതെന്നെ കുക്കുമ്പർ ഒരു ചെടി ഞാൻ നഴ്സറിയിൽ കൊണ്ടുവന്ന് നട്ടതാ. അത് വലുതായിട്ട് വേണം വേറെ ഇതാക്കാൻ. പൂച്ചെടിക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിന് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നതാ. ഇത് തീരുമ്പത്തിലേക്ക് ഇത് സ്ലറി ഉണ്ടാക്കി വെച്ചതാ. അത് തീരുമ്പോ ഇത് ഞാൻ ചാണകം എവിടുന്നാണെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നതാ. ഇന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് ചെടിക്കൊന്നും. ഇതെന്റെ മധുരക്കേന്ന് കണ്ടോ, 2 മാസമായില്ല. മധുരക്കേന്നില്ലേ മരട്ട് കണ്ടിട്ട് ഞാൻ തിരയണം. അത്രക്ക് വണ്ടി വന്നങ്ങ് മൂടി. നമ്മളിതെല്ലാം വൈകുന്നേരം ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കറണം കുഴിക്കണം കേട്ടോ. കുറ്റി കുരുമുളകാണ്. ഇതെല്ലാം കോഴി. ഒരു കോഴി പറക്കൽ തുടങ്ങി ഒരു കൂട്ടോ രണ്ടാമത് കുത്തിച്ചതാണ്. എന്റെ പൂന്തോട്ടത്തിലൊക്കെ ഒരു സ്ഥാനം പിടിച്ച്. എന്റെ ബീൻസ് കണ്ടോ നിറയെ കഴിച്ചു. ഇത് ചീരച്ചേമ്പ. ചീരച്ചേമ്പിന്റെ കളറ് കണ്ടോ, മറ്റ് കണ്ടാ ചേമ്പ്, എന്നാലോ ഇത് ചീരകളുടെ രാജാവ് ചീരച്ചേമ്പ. ഇതിങ്ങനെ വെട്ടിക്കൊടുത്താല് അടിയിൽ പിന്നെ ഇങ്ങനെ മുളച്ചു വരും. അടിപൊളി. ഇത് തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിന് വിത്തുണ്ടാവില്ല. അവിടെ ഇവിടെയൊക്കെ നട്ടാല് ഇങ്ങനെ പറക്കി അടുത്തെടുത്ത് ഇവിടെ എല്ലാം ഉണ്ട്. സൂപ്പർ ചീരച്ചേമ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ വെക്കട്ടെ. ആവുന്നത് വെട്ടിക്കൊടുക്കണം, എന്നാലേ ഇത് ഉണ്ടാവുള്ളൂ. ഇവിടെതാ കഴിഞ്ഞ ആഴ്ച വെട്ടിയതായിരുന്നു. എന്താ സൂപ്പർ. എന്താ വേറെ വരുന്നത് കണ്ടോ?
ഇതവിടെ വലുതുണ്ട്. ഇത് വലിയൊരു ചീര. ചീര വലുതാവും തോറും വേഗം പറിച്ചു കൊടുക്കണം. വെള്ളച്ചീര നല്ല ടേസ്റ്റ്, നല്ല വിറ്റാമിനുകൾ നമ്മൾ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്തണം. ദഹന സംബന്ധമായ എന്ത് കേസ് കിട്ടും ഇത് കഴിച്ചാൽ. ഇത് ഞാൻ ഒരു വളം ചേർക്കും. വെള്ളച്ചീര പലതരം ചീര ഉണ്ട്. പൊന്നാങ്കണ്ണി ചീര, ചുവന്ന ചീര, വെള്ളച്ചീര, ചീരച്ചേമ്പ്, ഇംഗ്ലീഷ് ചീര. നമ്മൾ ഇതൊക്കെ അങ്ങ് നട്ടാലും ഉച്ച നേരത്തെ ഓടി ഒന്ന് പറ്റണം. ആണുങ്ങൾ കൊണ്ടുവരുന്ന കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വേഗം വേഗം പൊട്ടി പൊട്ടി മുളക്കും. ശാഖം ഉണ്ടാവും. നേരെ അങ്ങ് പൊട്ടിച്ചു കൊടുത്താൽ നമുക്കിതിൻ്റെ ഇലല്ലേ വേണ്ടേ. ഇതവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു പൂച്ചെടി, അതവിടെ നിൽക്കട്ടെ. കുറേ ഞാൻ പറിച്ച് നട്ടിട്ടുണ്ട്. ഇത് വടവളച്ചുണ്ടായതാ. ഇതിലൊന്നും മരുന്ന് എല്ലാം ഒന്നും ചെയ്തില്ല, ഒരു വാളും ചെയ്തില്ല. നട്ടതിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി മുരിങ്ങച്ചപ്പ്. മുരിങ്ങച്ചപ്പിന്റെ ഗുണത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതൊരു മരുന്നാ. എത്രയോ ആളെന്നോട് മുരിങ്ങച്ചപ്പ് കൊണ്ടുപോകും മരുന്നുണ്ടാക്കാനാന്ന് പറഞ്ഞിട്ട്. മുരിങ്ങച്ചപ്പിന് ഒരു കമ്പങ്ങ് നട്ടാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാവും. ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ വേനൽക്കാലാണല്ലോ. ഒന്ന് ഇതെടുക്കുക. ഇതിന്റെ തളിരേ വേണ്ടു. മറ്റത് നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം. അത് നല്ലതാ. സ്ലറി ഉണ്ടാക്കാനൊക്കെ. ഇവിടെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. വെട്ടി വെളിച്ചാക്കി കൊടുത്താലേ ഇതെന്റെ ചൈനീസ് നാരങ്ങ നിറച്ചുണ്ടായിരുന്നു. ഈ മുരിങ്ങ വന്നങ്ങ് മൂടിയിട്ട് ഇപ്പൊ അതാ വെളിച്ചായപ്പം കുറച്ചൊരു പൂവൊക്കെ ഇടുന്നുണ്ട്. ഇത് അവിടെ ഒക്കെ പൂവ് കാണുന്നുണ്ട്. മുരിങ്ങച്ചപ്പ് ഡിമാൻഡ് ഉള്ളവരൊക്കെ ഉണ്ടാവും. നമുക്ക് ഉണ്ടായാൽ അതിന് ഡിമാൻഡ് കുറയും. മരുന്നുണ്ടാക്കാനൊക്കെ ഇത് ചേർക്കും. പിന്നെ ചെടികൾക്കും ഇത് വളാട്ടോ. തോരൻ വെക്ക, ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കി എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല നല്ല ഇലയാണ്. കുറച്ച് വലിപ്പമുള്ള നല്ല സൈസാ. മൂത്തതൊക്കെ ഞാൻ ചെടിക്കാൻ കിട്ടും. ഇതിപ്പോ എനിക്ക് വേണ്ട. ഇതൊക്കെ ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിക്കുന്ന, അതല്ല കെട്ടി ബന്ധാക്കാൻ. ഞങ്ങൾക്ക് 2 ഇല മതിയല്ല കറി വെക്കാൻ. ഇതാണ്ടോ എന്റെ മുരിങ്ങ. ഇന്നത്തെ വിളവെടുപ്പ് കണ്ടില്ലേ? മുരിങ്ങച്ചപ്പ്, ചീരച്ചേമ്പ്, വെള്ളച്ചീര. ഇതൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ കുത്തി വെച്ചതാ. ഇന്ന് എടുക്കുന്നില്ലെങ്കിൽ ഇത് വെള്ളത്തിലാ കുത്തി വെച്ചാൽ മതി. നമ്മൾ എപ്പോ എടുക്കുകയാണെങ്കിലും ചെടിയിൽ നിന്ന് പറിക്കുമ്പോൾ തന്നെ ഫ്രഷ് ആയി. പിന്നെ കാമ്പ് എടുത്തത് പ്രോട്ടീൻ ഒരു കലവറയാ മൊത്തം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ.